വന്നിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്തോ എല്ലാവരും? ഇല്ല മാം, ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങളത് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ലേറ്റ് ആക്കണ്ട. കാരണം നമ്മൾ ഒത്തിരി തിരക്കും കാര്യങ്ങളായിട്ട് വരുമ്പോൾ അവസാനം മിസ്സായി പോവാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തവര് ലാസ്റ്റ് ഉണ്ടാവും അപേക്ഷിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വിട്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കരുത്. എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്യുക കേട്ടോ. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്യുക. പെട്ടെന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മളെല്ലാവരും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇന്നത്തെ ഈ ലൈവ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് PG വേണം, BEd വേണം, അതേപോലെ സെറ്റ് എന്ന് പറയുന്ന എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻ മിനിമം ഉള്ളവർ, ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഓക്കെ, അപ്പം എല്ലാവരും സെറ്റ് ക്ലിയർ ചെയ്തവരാണോ ലൈവിൽ ജോയിൻ ചെയ്തിരിക്കുന്നവര്? ഓക്കെ, അപ്പൊ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ എല്ലാവരെയും ആദ്യം ടോസ് അക്കാഡമിയിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ ലൈവില് ഇവിടെ ഓൾറെഡി കോച്ചിങ് എടുക്കുന്ന 2 ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ ഇപ്പം പുതിയൊരു ബാച്ച് നമ്മൾ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈവിലെ സ്റ്റുഡൻസും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെഷൻ ആണ് ഇന്ന് പ്രധാനമായിട്ടും വിന്നേഴ്സ് മീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം വിന്നേഴ്സ് മീറ്റിൽ നിങ്ങൾക്ക് എന്താണ്, നമുക്കിപ്പോൾ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും പഠിക്കണം എന്ന്, അല്ലേ? അപ്പൊ ആ ഒരു ഇത് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓറിയന്റേഷൻ സെഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒത്തിരി ലേറ്റ് ആക്കാതെ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ വിന്നറിനെ കോൾ ചെയ്യാണ്. ദിവ്യ സി. ഓക്കെ, അപ്പൊ നമ്മുടെ VHSC ഫിസിക്സ്, അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇതേ സിലബസിൽ നടത്തുന്ന, ഇപ്പൊ HSSTക്ക് നിങ്ങൾക്ക് തരുന്ന സിലബസിൽ, പഠിക്കേണ്ട സിലബസിൽ നടക്കുന്നതാണ് HSSTയുടെ എക്സാം, VHSC ഫിസിക്സിന്റെ എക്സാം, അതേപോലെ തന്നെ സയന്റിഫിക് ഓഫീസർ. ഇതിലെല്ലാത്തിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ ദിവ്യ ഇപ്പം നിലവില് ജോലിയിൽ പ്രവേശിച്ച ഒരാളാണ്. നമ്മുടെ ഇവിടെ VHSC ഫിസിക്സിന്റെ കോച്ചിങ് എടുത്ത് ജോലിയിൽ പ്രവേശിച്ച ഒരാളാണ് ദിവ്യ. അപ്പൊ ഞാൻ ദിവ്യനെ വെൽക്കം ചെയ്യാണ്. എല്ലാവരും ദിവ്യയുടെ ലേണിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സെഷൻ തരികയാണ്. കാരണം നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്, ഇപ്പം ദിവ്യയുടെ ഒരു ടോക്ക് ഉണ്ടായിരിക്കും. അപ്പം ആ സമയം നിങ്ങൾ മനസ്സിലാക്കുക എന്ത് ഇഫേർട്ട് ഇടണം. അപ്പം ദിവ്യ എന്ന് പറയുമ്പോൾ മാരീഡ് ആണ്, കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു അത്രയും തിരക്കുള്ള ഓൾറെഡി വർക്കിംഗ് ആയിരുന്ന ഒരാളാണ്. അപ്പൊ എല്ലാ തിരക്കുകളെയും മുൻനിർത്തിക്കൊണ്ട് പഠിച്ച് റാങ്കിലേക്ക് വന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഫ്രീ ആയിട്ട് ടൈം ഉള്ളവര് എത്രത്തോളം വർക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അല്ലാത്തവർ എങ്ങനെ ടൈം മാനേജ് ചെയ്യണം എന്നൊക്കെ ദിവ്യയുടെ ഒരു ടോക്കിലൂടെ മനസ്സിലാക്കുക. ശേഷം നിങ്ങൾക്കൊരു ഇന്ററാക്ഷൻ സെഷൻ തരും. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ദിവ്യയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ദിവ്യ ഓൺലൈനിലില്ലേ? ഓക്കെ, അപ്പം ആദ്യം തന്നെ ദിവ്യയെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ദിവ്യയുടെ ഒരു ഡ്രീം ആയിരുന്നു ഈ ഒരു ജോബ് എന്ന് പറയുന്നത്. ദിവ്യ ഓൾറെഡി UPSTയിൽ വർക്കിംഗ് അല്ലായിരുന്നോ? അതെ, ഞാൻ UPST ആയിരുന്നു. ഓക്കെ, അപ്പൊ കോച്ചിങ് എടുക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഗസറ്റഡ് പോസ്റ്റിലേക്ക് ഒരു ജോലി എന്ന് പറയുന്നത് ദിവ്യയുടെ ഒരു സ്വപ്നമായിരുന്നു അല്ലേ? അങ്ങനെ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ആ ഒരു എയിം മുന്നിൽ വെച്ചിട്ട് ആ രീതിയിൽ പഠിച്ച് ഒരു ജോലി നേടിയിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും ദിവ്യയുടെ ഇഫോർട്ട് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ദിവ്യക്ക് നേരാണ്. നമ്മുടെ സ്റ്റുഡൻസിന്, ഇനിയുള്ള കുട്ടികളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്ന് അതിനൊരു ദിവ്യക്ക് അതിനുള്ള ഒരു നിയോഗം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ കുട്ടികളോട് ദിവ്യക്ക് സംസാരിക്കാം കേട്ടോ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ദിവ്യ. ഞാൻ ടോസ് അക്കാഡമിയിൽ ഹയർ സെക്കൻഡറി ഫിസിക്സിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാതെ ജോയിൻ ചെയ്ത ഒരാളാണ്.
ആദ്യമേ ഞാൻ പറയാം, യു പി എസ് ടി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ഒരു 5.5 വർഷത്തോളം യു പി എസ് ടി ആയിട്ട് വർക്ക് ചെയ്തു. അതിന് മുന്നേ ഗവൺമെന്റ് സർവീസിലേക്ക് എൻ്റർ ചെയ്തത് 2018 ക്ലർക്കായിട്ടാണ്, LD ക്ലർക്കായിട്ടാണ്. അങ്ങനെ 2018 മുതൽ ഞാൻ സർവീസിലുണ്ട്. പിന്നെ അപ്പോഴൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി എന്നുള്ളത് നമുക്ക് ഒക്കെ ഒരു സ്വപ്നമായിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് PG ആയാലും B.Ed സെറ്റ് ഒക്കെ ക്ലിയർ ചെയ്തത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ചാൻസ് കിട്ടാൻ ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുന്നേ 2018 സമയത്ത് ഒരു HSST വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ക്ലിയർ ചെയ്ത് 87th റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് ആ കൊറോണ ആ കാര്യങ്ങളൊക്കെ വന്നത് കാരണം കിട്ടും എന്നുള്ളൊരു അവസ്ഥ വന്നെങ്കിലും എന്തോ ഒരു നിർഭാഗ്യത്താൽ അത് കിട്ടിയില്ല. അത് HSST ജൂനിയർ ആയിരുന്നു. അന്ന് കുറച്ചൊക്കെ വിഷമം ഉണ്ടായി. കാരണം അതും ഇതുപോലെ എനിക്കൊരു മോളുള്ളത്. മോള് വളരെ ചെറുതായിരുന്ന സമയത്ത് കുഞ്ഞിനൊക്കെ വെച്ചിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ട് പഠിച്ചതായിരുന്നു. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എന്നാലും ഞാൻ വീണ്ടും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി അങ്ങനെ പഠനം സൈഡിൽ കൂടെയൊക്കെ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്നു. പക്ഷെ 2023 ഇങ്ങനെ VHSCയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അത് ജനറൽ കാറ്റഗറിയിലും ഉണ്ടായിരുന്നു, വൈറ്റ് ട്രാൻസ്ഫറിലും ഉണ്ടായിരുന്നു. വൈറ്റ് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സർവീസിലുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നി ഇതിനും ചാൻസ് ആണ്, ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടില്ല. കാരണം എത്രയോ 2008 സംതിങ് ഒരു വൈറ്റ് ട്രാൻസ്ഫർ വിളിച്ചിട്ട് പിന്നെ വിളിക്കുന്നത് ഈ 2023. അപ്പം ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫാമിലി മുഴുവൻ പറഞ്ഞു ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്, അപ്പം അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണം. വെറുതെ പോയി ഒരു എക്സാം എഴുതുകൊണ്ടൊന്നും നടക്കില്ലല്ലോ. അങ്ങനെ ആണ് ഞാൻ ഈ ടോസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും ടോസ് അക്കാഡമിയെ അങ്ങ് വിശ്വസിച്ച് അതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു. ഒന്നും ചിന്തിച്ചില്ല. അവരെന്താണോ ഫാക്കൽറ്റീസ്, അനീറ്റ മാം അതുപോലെ സാജൻ സാറ് ഇവരായിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം വരുന്ന ഓരോ ദിവസത്തെ ടോപ്പിക്കും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വർക്കിംഗ് ആണ്. ആ രാത്രി നമുക്ക് കിട്ടുന്ന ഒരു സമയം, പകലൊന്നും നമ്മൾ ഫ്രീ അല്ലല്ലോ. അപ്പോൾ ആ രാത്രി കിട്ടുന്ന ആ ഒരു സമയത്ത് കുറച്ചധികം തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു 11-12 o'clock വരെ ഇരുന്ന് അന്നാന്ന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് അന്നാന്ന് തന്നെ ഞാൻ അതുപോലെ നോട്ട് എഴുതി ഒരു തവണെങ്കിലും അത് വായിക്കും. അങ്ങനെ കിട്ടുന്ന സമയം, അതായത് ഇപ്പോൾ ശനി ഞായറും നമുക്ക് സ്കൂൾ ഉണ്ടാവില്ല, ആ ശനി ഞായറും പരമാവധി ഇതിലേക്ക് ഉപയോഗിച്ച് അങ്ങനെ ടോസ് അക്കാഡമിയുടെ ആ ക്ലാസ് തന്നെയാണ് ശരിക്കും എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. ഒന്നാമത് 2012 ഞാൻ PG കഴിയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് 2023. അപ്പോൾ തന്നെ നമുക്കറിയാം എത്ര വർഷങ്ങളുടെ ഒരു 10-12 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ തന്നെ നമുക്ക് PGയുടെ ആ ഒരു ടോപ്പിക്കൊക്കെ ആയിട്ടുള്ള എല്ലാ ടച്ചും വിട്ടു. ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യുന്ന ആ മേഖലയൊന്നും അല്ലാത്തതുകൊണ്ട് ക്ലർക്കായപ്പോഴും UP ആയപ്പോഴും നമ്മളിപ്പോൾ ഈ ഫിസിക്സ് ആയിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലല്ലോ. അപ്പോൾ പൂർണ്ണമായിട്ടും എനിക്ക് ആ സബ്ജക്റ്റിലേക്ക് തിരിച്ച് കയറാൻ സാധിച്ചത് ഉറപ്പായിട്ടും ഈ ടോസ് അക്കാഡമിയുടെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിന് എനിക്ക് അത്രയും വിലപ്പെട്ടതായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ പാറ്റേൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഫുള്ളി സിലബസ് ഓറിയൻറ്റഡ് ആണ്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡും ആയിട്ട് ഓരോ ടോപ്പിക്കിനും അവർ പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ആ ക്വസ്റ്റ്യൻ വരുന്ന രീതി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത് PSCയുടെ പാറ്റേൺ എല്ലാം വളരെയധികം മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് സാധാരണ ഒരു പഠിത്തം കൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കത് ഒരു കൺഫ്യൂസിങ് ആയിരിക്കും. എത്ര പഠിച്ച ആൾക്കും ഒരു ഇത്തിരി കൺഫ്യൂഷൻ വരും. അപ്പം നമ്മൾ ആ ടോപ്പിക്ക് തറവായി പഠിക്കുന്നതോടൊപ്പം ആ ക്വസ്റ്റ്യൻ പാറ്റേൺ കൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് പരിചയപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് അതിനെ കൂടുതൽ പെട്ടെന്ന് പരീക്ഷ ഹോളിൽ അത് മാർക്കാക്കി മാറ്റാൻ നമുക്ക് പറ്റുക. അല്ലാച്ചാൽ അത് നെഗറ്റീവ് മാർക്കിലേക്ക് പോകും. നെഗറ്റീവ് മാർക്കിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 0.33 ആയപ്പോലും നമ്മുടെ റാങ്കിനെ അത് ഒരുപാട് പുറകിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ ഒരു 10-20 റാങ്കൊക്കെ അതൊന്നും അല്ല, അതിലപ്പുറം റാങ്കിലേക്ക് നമ്മൾ താഴെ പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും വിചാരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസന്റ് കണ്ടീഷൻ PSCയുടെ ഒക്കെ ഒരു ലെവൽ വെച്ചിട്ട് വളരെ പോസ്റ്റിംഗ് കുറവാണല്ലോ. അപ്പോൾ ഉള്ളതിൽ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്കിത്
റാങ്കിൽ വന്നു എന്ന് മാത്രമല്ല നമുക്കിത് ജോലിയായി മാറുള്ളൂ എന്നുള്ളത്. അഡ്വൈസ് മെമ്മോ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയായാലും മുന്നിലാവണം. അല്ലാത്ത പക്ഷം നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, 3 വർഷം അങ്ങനെ അങ്ങ് റാങ്ക് ലിസ്റ്റ് പോകും. അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യനെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് വർക്കൗട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് കുറേ അവൈലബിൾ ആണ്, നെറ്റിലൊക്കെ നോക്കിയാൽ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ കിട്ടും. മാത്രമല്ല ടോസ് അക്കാഡമിയിൽ നമുക്ക് ആപ്പ് കൂടെ തന്നെ ഇവർ എക്സാം പോലെ നടത്താറുണ്ടായിരുന്നു. ഓരോ അത് ഞാൻ തീരെ വിട്ട് കളഞ്ഞിട്ടില്ല. ഒരു ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നമ്മുടെ ആപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യുമായിരുന്നു. അതിലുള്ള പല ചോദ്യങ്ങളും നമ്മുടെ VHSC എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു വലിയ ഘടകം ജനറൽ പേപ്പറിൻ്റെ മാർക്കാണ്. 30 മാർക്കാണ് ജനറൽ പേപ്പറിന് ഉണ്ടാവുക. ആ മാർക്കിൽ നമ്മളൊരു 20-25 റേഞ്ചിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ റാങ്ക് മുകളിലേക്ക് എത്തും. ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഇപ്പോൾ സയൻസ് പഠിച്ച ആളുകൾ, അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ GK എന്ന് പറയുന്ന സാധനം വളരെ ലോ ആയിരിക്കും. മീൻസ് അങ്ങനെയല്ല, അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു കാര്യമാണ്. അങ്ങനെ വളരെ നമ്മൾ അതിനെ വല്ലാണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, നമുക്ക് GK വളരെ പിറകിലായിരിക്കും. അപ്പോൾ മറ്റതിലൊക്കെ കിട്ടുന്ന മാർക്ക് എത്ര പഠിക്കുന്ന ആൾക്ക് ഒരു റേഞ്ച് വരെ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് നല്ല ടഫ് ആയിരിക്കും. അപ്പോൾ റേഞ്ച് വരെയുള്ള മാർക്ക് എത്ര സബ്ജക്റ്റ് പഠിക്കുന്ന ആൾക്കും നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനറൽ പേപ്പറാണ്. ജനറൽ പേപ്പറിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ LD ക്ലർക്കിൽ ടോപ്പ് റാങ്കിൽ വന്ന ഒരാളാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് ജനറൽ അത്രയധികം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ജനറൽ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ജനറൽ നല്ല കോൺഫിഡൻറ്റും ആയിരുന്നു ഞാൻ. കാരണം അത്രയും എന്ത് വന്നാലും എഴുതാൻ പറ്റുമെന്നുള്ളൊരു ലെവലിലേക്ക്. കാരണം LD ക്ലർക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത്രയും കോമ്പറ്റീറ്റീവ് എക്സാമാണ്. GKയിൽ എത്രത്തോളം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് സ്കോർ മുകളിലേക്കുള്ള റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം GK ഒരുവിധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പ്ലസ് നമുക്ക് ടോസിലെ ക്ലാസ്സും കിട്ടിയിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനും റിനൈസൻസും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്, അതൊക്കെ അതിൽ തന്നെ ഏതാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് അഫയേഴ്സ്. ഈ സംഭവമൊക്കെ നമ്മൾ ഒന്നും കൂടി സബ്ജക്റ്റിനോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ആ ഒരു എക്സാം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മൾ ഇത്രയും ക്ലിയർ ചെയ്തു എന്നുള്ളത്. പിന്നെ എക്സാം എഴുതുന്ന രീതിയിൽ നല്ലോണം ശ്രദ്ധിക്കുക. ഒരു മാർക്കും നമ്മുടെ ശ്രദ്ധ കൊണ്ട് കളയരുത്. അറിയില്ല വെച്ചാൽ നമ്മളത് എഴുതാണ്ടിരിക്കുക. കാരണം ഒരു 0.33 പോലും ഭയങ്കരമായ വാല്യൂ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് നമുക്ക് അറിയില്ലെങ്കിൽ അത് പകുതി അറിയുന്ന സാധനം നമ്മൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ എക്സാം എഴുതി പരിശീലിച്ചാലേ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതായത് ഇന്ന ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണ്ട എന്നുള്ളത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ പകുതി 50-50 ചാൻസിലിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും അതിന് സാധ്യത റോങ് ആവാനാണ് സാധ്യത. അതായത് നമ്മുടെ നെഗറ്റീവിലേക്ക് അത് പോകും. ആ കോൺഫിഡൻസ് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് എക്സാം എഴുതി ശീലിക്കണം. ആ ഒരു രീതിയും ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നേരം അധികമൊന്നും കിട്ടിയിട്ടില്ല. കാരണം വളരെ കുറഞ്ഞ സമയം, ഒരു 2023 ഫെബ്രുവരിയിലൊക്കെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്തത്. ആ ജൂണിൽ തന്നെ എക്സാം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയ സന്ദർഭം ഈ പറഞ്ഞ പോലെ പരമാവധി എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തു. ഏറ്റവും പ്രധാനം ടോസിലെ ക്ലാസ് ഞാൻ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഇന്ന് അപ്ലോഡ് ചെയ്തത് എത്ര വലുതാണെങ്കിലും ഇന്ന് രാത്രിയിൽ അത് കണ്ടു തീർക്കാനും അതിൻ്റെ നോട്ട് അന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാനും, അത് സ്കൂളിൽ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോയിട്ട് കിട്ടുന്ന സമയം അതൊന്ന് വായിച്ചെടുത്ത് പിറ്റേ ദിവസത്തെ ക്ലാസ്സിന് മുന്നേ അറിയാൻ ഒരു റൗണ്ട് വായിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യാൻ തയ്യാറായ ഉറപ്പായിട്ടും അങ്ങനെ ശ്രമിച്ച ആളുകൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരും, മുന്നിൽ തന്നെ വരും, നമുക്ക് ജോലി ഉറപ്പാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ദിവ്യ. ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കണം കേട്ടോ. എല്ലാവരും ദിവ്യയുടെ ടോക്ക് ശ്രദ്ധിച്ചു എന്ന് അറിയാം. നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചോദിച്ചോ കേട്ടോ. ജനറൽ ആയിട്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കറണ്ട് അഫെയർ ദിവ്യ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്? നമ്മുടെ ഇവിടെ തന്നിരുന്ന നോട്ട്സ് ആണോ?
കറണ്ട് അഫയേഴ്സ് മാം, ഞാൻ ടോസിൽ നിന്ന് തന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറെ ജേണൽ രൂപത്തിൽ തന്നെ കിട്ടുമല്ലോ, ഇങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ പല ബുക്കുകൾ ഇറക്കുന്നുണ്ടല്ലോ, പല പബ്ലിക്കേഷൻ, അങ്ങനെ പറയും, പബ്ലിക്കേഷൻ പറയുന്നില്ല, അത്തരം ഇതിൽ ഓരോ മന്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരും. അപ്പൊ അത് നോക്കിയാൽ നമുക്ക് എന്താ വെച്ചാല് എങ്ങനെ ആയാലും കറണ്ട് അഫയേഴ്സും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പൊ ആ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം കിട്ടാവുന്ന അത്രയും ഇതുപോലെ ക്യാപ്സ്യൂളായിട്ട് കിട്ടുന്ന ആ ജേണലുകളൊക്കെ നോക്കി കറണ്ട് അഫയേഴ്സ് കുറച്ചെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എത്ര ഒരു വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്തിരുന്നോ? പൊതുവെ അങ്ങനെയാണ് പറയാറ്, ഒരു 1 ഇയർ വരെയുള്ള ഒരു സംഭവം ആണ് പറയാറ്. പക്ഷെ അത്രയും നല്ല ഇതിൽ കുറച്ചൊക്കെ ലേറ്റസ്റ്റ് സാധനങ്ങളായിരുന്നു ചോദിച്ചിരുന്നത് കേട്ടോ. ശരിയാണ്, ലേറ്റസ്റ്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ഏകദേശം എക്സാമിന്റെ ഒരു 2 ആഴ്ച 3 ആഴ്ച മുമ്പുള്ള കറണ്ട് അഫയർ ഒക്കെ എസ്എസ്ടിക്ക് ചോദിച്ചിരുന്നു അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ? VHSCക്ക് കുറച്ച് അധികം ടഫായിട്ട് തന്നെ വന്നത്, അതായത് ലേറ്റസ്റ്റ് എന്നുള്ള പറഞ്ഞ പോലെ തന്നെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു കറണ്ട് അഫയേഴ്സിൽ. അപ്പൊ കറണ്ട് അഫയറിന്റെ കാര്യം ആരോ ഡൗട്ട് ചോദിച്ചിരുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോ തൊട്ട് എക്സാം വരെ ഉള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാലോ. ബാക്കി നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ പുറകോട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലേ? അതെ അതെ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. മറ്റുള്ളവര് നിങ്ങളുടെ ഡൗട്ടുകൾ അത്യാവശ്യം ദിവ്യ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിച്ചോ, ഫ്രീ ആയിട്ട് ചോദിച്ചോ. നമുക്ക് എപ്പോഴും ദിവ്യേന അവൈലബിൾ ആവില്ല, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് ചോദിക്കുക, ഒരു ഹെസിറ്റേഷനും വേണ്ട കേട്ടോ. ഹലോ, ചോദിച്ചോ. മാം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ MCQ ടൈപ്പ് ആണോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സാർ ക്ലാസ്സിൽ തരുന്നുണ്ടായിരുന്നു ടോസ് അക്കാദമിയുടെ? ടോസ് അക്കാദമിയുടെ അതേ പാറ്റേണിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഇവിടുന്ന് വന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, അതേ രൂപത്തിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. പിന്നെ പരീക്ഷയ്ക്ക് വരുമ്പോ ആ പ്രിപ്പറേഷൻ വെച്ചിട്ട് തന്നെ എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തിന്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഡിസ്കസ് ചെയ്തിരുന്നു, അതായത് ടോസിലെ മാത്രം എക്സാമുകൾ മാത്രം വെച്ചിട്ടാണോ, അതെയോ കഴിഞ്ഞ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തായിരുന്നോ? ഈ ടോസിൽ നിന്ന് തന്നെ നമുക്ക് പ്രീവിയസ് ബേസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക് കഴിയുമ്പോഴും കുറെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് നെറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണല്ലോ. ഇതിന് മുന്നേ 1-2 HSST എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പരമാവധി ചെയ്യാൻ നോക്കി. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള HSST കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്. 2018 ഉള്ളത് പക്ക ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ റീസെന്റ് ആണല്ലോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഏതാണ്ട് നമ്മൾ ഈ എഴുതിയ VHSC ഒക്കെയാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ആ ഹൈ ലെവലിലേക്കൊക്കെ പോയത്. അതുകൊണ്ടാണ് കട്ട് ഓഫ് കുറച്ചൊക്കെ കുറയാനും നമുക്ക് കുറഞ്ഞിട്ടാണ് കട്ട് ഓഫ് വന്നത്. അപ്പോൾ പരമാവധി കിട്ടുന്ന ഈ ടൈപ്പ് PG ഫിസിക്സ് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോയാൽ നമുക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. ഞാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്, കാരണം ഒന്നാമത് വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ ഉള്ള സമയം ഉണ്ടായിട്ടില്ല. എന്നാലും മാക്സിമം നോക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലതൊക്കെ ഡയറക്റ്റ് ആണ്, അതായത് സെയിം അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞ ഇപ്പൊ ക്ലാസ് എടുത്ത ടോസിലൊക്കെ എടുത്ത പോലെ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ചിലത് ഒക്കെ ട്വിസ്റ്റിംഗ് ആണ്, കാരണം നമുക്ക് അറിഞ്ഞാൽ പോലും അത് കുറച്ചെല്ലാം ട്വിസ്റ്റ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ടും അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പക്ഷെ നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള എക്സാമിനൊന്നും കട്ട് ഓഫ് എന്തായാലും 70-80 ഒന്നും കട്ട് ഓഫ് പോവില്ല. എങ്ങനെ പോയാലും അത് 30-40 ഉള്ളിൽ നിൽക്കും എന്നുള്ളത് ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ കയറി അങ്ങ് ഫുൾ അറ്റൻഡ് ചെയ്തതിൽ 100 അറ്റൻഡ് ചെയ്ത് പോരാമെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വെറുതെ കറപ്പിച്ച് പോന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു 10-12 മാർക്ക് കിട്ടി നമ്മൾ ഏറ്റവും താഴേക്ക് പോകും. നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ പോലും നമ്മൾ പെടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം അത് മനസ്സിലാക്കുക. നമുക്കൊരു ഞാൻ അങ്ങനെ അതിൽ ചെയ്തത്, ബൈ ട്രാൻസ്ഫർ എക്സാം ആയതുകൊണ്ട് തന്നെ 40 എണ്ണമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. കാരണം ടഫാണ്, ക്വസ്റ്റ്യൻ ടഫാണ്. 40 എണ്ണം കറക്റ്റാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതും
പൂർണ്ണമായിട്ട് അറിയും എന്നുള്ള 40 അറ്റൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ അറിയും എന്ന് വിചാരിച്ചിട്ട് പോലും നമുക്ക് 2-3 നെഗറ്റീവ് വരികയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഓരോ മാർക്കും അത്രയും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കയറി എല്ലാം അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു ആ കൺസെപ്റ്റേ ഇല്ല. നമുക്ക് പൂർണ്ണമായിട്ട് അറിയും, 100% ഉറപ്പുണ്ട് എന്നുള്ളത് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്ത് ശീലിക്കുക. അത് പ്രാക്ടീസ് ടെസ്റ്റിലൊക്കെ തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ യഥാർത്ഥ എക്സാമിന് നമ്മൾ അതേ ചെയ്യുള്ളൂ. ഞാൻ 40 കഴിഞ്ഞപ്പം പിന്നെ അടുത്തൊരു റൗണ്ട് ഞാൻ നോക്കിയത് പോലുമില്ല, പേന മടക്കി വെക്കുക ചെയ്തത്. കാരണം പിന്നെ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവിലേക്ക് പോകും എന്നുള്ളത് ഷുവറായിരുന്നു എനിക്ക്. അപ്പൊ ആ ഒരു ആ 40-50 ആണെങ്കിൽ ആ 50 കറക്റ്റ് ആണെന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്ക് ആ പരീക്ഷ ഹാളിൽ നിന്ന് പോരാൻ പറ്റും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മുടെ HSST എന്ന് പറയുന്ന, ഇപ്പൊ ദിവ്യ പറഞ്ഞു, കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു 35 to 40 അല്ലെ കൂടി പോയാൽ 45 ഇതിന്റെ ഉള്ളിൽ നിൽക്കും. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ HSSTയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറിന്റെ മാർക്ക് 48 മാർക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 100-ല് 48 മാർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക്. അപ്പൊ നിങ്ങള് ഇപ്പം നമ്മൾ കേട്ടറ്റിന് അല്ലെങ്കിൽ സെറ്റിന് പഠിപ്പിച്ചെല്ലാം വന്നോന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ഈ PSCയിൽ പ്രസക്തമല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 100% ഉറപ്പായിട്ട് പഠിക്കുക. ആ പഠിക്കുന്നത്, ഇപ്പം ദിവ്യ പറഞ്ഞു ഇവിടെ പഠിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതിലെ പഠിപ്പിച്ച 4 കണ്ടന്റ് അവിടെ ഒരു ക്വസ്റ്റ്യനിൽ 4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞിട്ട് ദിവ്യയുടെ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അല്ല, ദിവ്യ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ലൈവിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ PSCനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ദിവ്യനോട് ചോദിക്കാനുള്ള ചോദിച്ചോ. വർക്കിംഗ് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതില് ഒരു ഡേ എങ്ങനെയൊക്കെയാണ് ഡേ പ്ലാൻ ചെയ്തിരുന്നത്? ഇപ്പൊ വർക്കിംഗ് ആകുമ്പോ തന്നെ ടോസ് അക്കാദമിയുടെ ക്ലാസ്സുകൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണോ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? അപ്പൊ അതല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ഒക്കെ ക്യാപ്സ്യൂൾ വാങ്ങിച്ച് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പുറത്തുള്ളതും കൂടി പഠിക്കണമെങ്കിൽ ആസ് എ വർക്കിംഗ് വിമൺ എങ്ങനെയാണ് ഒരു ഡേ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നത്? എപ്പോഴൊക്കെയാണ് സ്റ്റഡി ടൈം ഒക്കെ കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് ഒരു ഡേ പ്ലാൻ ചെയ്തിരുന്നത്? ഞാൻ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഫിസിക്സ് എന്നുള്ള ടോപ്പിക്കിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് ടോസ് അക്കാഡമിയുടെ ക്ലാസ് ആണ്. അതുപോലെ ജനറൽ പേപ്പറിന്റെ ആ രീതിയൊക്കെ ടോസിന്റെ ക്ലാസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു UP സ്കൂൾ ടീച്ചറായിരുന്നു. ഗവൺമെന്റ് സ്കൂളിൽ തന്നെ UP സ്കൂൾ ടീച്ചറാണ്. അപ്പൊ നമ്മുടെ 10 മുതൽ 4 മണി വരെ എന്തായാലും നമ്മുടെ സ്കൂളിലാണല്ലോ. അപ്പൊ ആ സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, പറ്റും, ഞാൻ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് അവിടെ ഫ്രീ കിട്ടുന്ന ടൈം UP ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്ലാസ് എടുക്കാൻ നമ്മൾ കൂടുതൽ അതിലേക്ക് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി ആ വർക്കിനെ അങ്ങ് സൈഡാക്കി. അതായത് നമ്മൾ ചെയ്യേണ്ട വർക്ക് ചെയ്യുന്നു. ഒഴിവ് കിട്ടുന്ന ഒരു പീരീഡ് ആണെങ്കിൽ, ഒരു പീരീഡ് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാണ്ട് ആ ഒരു പീരീഡിൽ തലേ ദിവസം ഞാൻ രാത്രി ടോസ് അക്കാഡമിയിലെ ക്ലാസ് കേട്ട് എഴുതിയെടുത്ത നോട്ട് സ്കൂളിൽ കൊണ്ടുപോയി ആ 1 മണിക്കൂർ, ഒരു 40 മിനിറ്റ് പീരീഡ് ഫ്രീ കിട്ടുമ്പോൾ ആ സമയം ഞാൻ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഏതൊക്കെ ടൈം സ്കൂളിൽ നമുക്ക് ഫ്രീ പീരീഡ് കിട്ടുന്നോ ആ പീരീഡ് മൊത്തം ഞാൻ തലേ ദിവസം നമ്മുടെ ആപ്പ് നോക്കി ക്ലാസ് കണ്ട് എഴുതിയെടുത്ത നോട്ട് പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ കാണുന്നതിന് മുന്നേ തീർക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു റൗണ്ടെങ്കിലും അത് വായിച്ച് തീർക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ സ്കൂള് വിട്ട് വന്ന് നമുക്കറിയാം, എനിക്കൊരു ചെറിയ കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ കാര്യമൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണം ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ക്ലാസ് 8:30 അല്ലെങ്കിൽ 9 o'clockനുള്ളിൽ അത് കാണും. അത് ചിലപ്പോൾ കുറച്ചധികം സമയം ഉണ്ടാവും. ആ സമയത്ത് കാണുന്നതോടൊപ്പം തന്നെ ഞാൻ അതിൻ്റെ നോട്ടും എഴുതിയെടുക്കും. ഓരോന്നും കാണും, അത് സ്റ്റോപ്പ് ചെയ്ത്, സ്ക്രീന് സ്റ്റോപ്പ് ചെയ്ത് പോസാക്കി ജസ്റ്റ് ഞാനത് അപ്പം തന്നെ ആ നോട്ട് എഴുതിയെടുക്കും. അങ്ങനെ ആ ദിവസം അപ്ലോഡ് ചെയ്ത ക്ലാസ് ഒരു 10-10:30 ഉള്ളിൽ എന്തായാലും അത് നോട്ടടക്കം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും.
11:30 വരെയൊക്കെ അത്രയൊക്കെ എനിക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ. അതൊന്ന് വായിക്കാനും ശ്രമിച്ചിരുന്നു. അത് ജനറൽ പേപ്പർ ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, നമ്മുടെ ടോപ്പിക് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആണോ ടോസിൽ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ആ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ക്ലാസ് കാണുമായിരുന്നു. ആ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നോട്ടും എഴുതിയെടുക്കുമായിരുന്നു. ആ നോട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. സ്കൂളിൽ നിന്ന് കിട്ടുന്ന അതൊരു 10 മിനിറ്റ് ആവാം, അരമണിക്കൂറാവാം, എത്രയാണോ സമയം കിട്ടുന്നത് ആ സമയത്തിൽ ഞാനത് വായിക്കും. എന്ത് തന്നെയായാലും പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ മുന്നേ ഞാൻ ആ തലേദിവസത്തെ കംപ്ലീറ്റ് ഒരു റൗണ്ട് വായിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ശനിയും ഞായറും പരമാവധി എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അപ്പുറം ഞാൻ അതാത് ആഴ്ചയിലുള്ള ക്ലാസ്സുകൾ ഞാൻ നോട്ട് ഉണ്ടാക്കിയത് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുകയായിരുന്നു. അത് ജനറൽ പേപ്പർ ആയിക്കോട്ടെ, നമ്മുടെ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ശനി ഞായറും ഞാൻ മാക്സിമം ആ ആഴ്ചയിൽ എന്തൊക്കെ ആ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒന്നും കൂടി നോട്ട്, ഞാൻ എഴുതിയെടുത്ത നോട്ട് വായിച്ച് പഠിക്കാറുണ്ടായിരുന്നു. റിപ്പീറ്റഡ് വായന, അതാണ് എനിക്ക് തോന്നുന്നത്. റിപ്പീറ്റഡ് വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ തലയിൽ നിൽക്കുള്ളൂ. ബിക്കോസ് എല്ലാവർക്കും ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയ ആൾക്കാരായിക്കോണമെന്നൊന്നും ഇല്ലല്ലോ. ഈ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കുറേയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, PG ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സാധനം കിട്ടിയാൽ അത് അപ്പം തന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങിയ ആൾ ഓർത്തെടുക്കുന്ന പോലെ ഓർത്തെടുക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഓരോരുടെ ജീവിത സാഹചര്യം എല്ലാം പല പല വർക്കിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ചധികം ചിലപ്പോൾ ഒരു റൗണ്ട് മതിയാവില്ല. അങ്ങനെ ഒരു 5-6 റൗണ്ടൊക്കെ വായിച്ചാൽ മാത്രമേ ചിലപ്പോൾ ഒരു ടോപ്പിക് അവിടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് ശനി ഞായറും ഞാൻ പരമാവധി യൂസ് ചെയ്തിരുന്നു. ആ ആഴ്ചയിൽ എടുത്തത് മാക്സിമം വായിച്ചു നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ടോപ്പിക്കിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത്? എങ്ങനെ ഏതൊക്കെ ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത്? ക്ലാസിക്കലാണോ മാത്തമാറ്റിക്കലാണോ? അങ്ങനെ മാത്തമാറ്റിക്കൽ കുറച്ചധികം എനിക്ക് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്തിരുന്നേ. അപ്പൊ അതുകൊണ്ട് മാത്തമാറ്റിക്കൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറെയൊക്കെ സ്കിപ്പ് ചെയ്തു. അങ്ങനെയും പറയാലോ. അത് നമുക്ക് ചില ടോപ്പിക്ക് നമുക്ക് ഞാൻ തന്നെ ഉറപ്പിച്ചു ഇത് പരീക്ഷയ്ക്ക് വന്നാലും ചിലപ്പോൾ അതിന് ഞാൻ മെനക്കെട്ട ശരിയാവുണ്ടാവില്ല എന്നുള്ള ഒരു ചെറിയൊരു ഇത് തോന്നലുകൊണ്ട് മാത്തമാറ്റിക്സിൽ ഫിസിക്സിൽ കുറച്ചൊക്കെ ഏരിയ എനിക്ക് വളരെ ടഫായിരുന്നു. അപ്പോൾ ആ ഭാഗം ഞാൻ അങ്ങോട്ട് വിട്ടു. അതിൽ പഠിക്കാൻ പറ്റുന്ന ഭാഗത്തിനെ പരമാവധി പഠിക്കുകയും ചെയ്തു. എന്നാൽ ക്ലാസിക്കൽ എളുപ്പമായിരുന്നു. ക്ലാസിക്കൽ അതിൽ എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റുന്നുള്ള രൂപത്തിൽ ടോസിലെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മൊത്തം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് ഈ എക്സാമിന് വന്നപ്പോൾ എഴുതാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതായത് ചില ഏരിയ നമുക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാലോ. പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ആ ഏരിയയിൽ കൂടുതൽ ചിലപ്പോൾ മെനക്കെട്ടാലും നമുക്ക് ഫലം ഉണ്ടാവില്ല. കാരണം ഇവിടെ സ്മാർട്ട് വർക്കിനാണ് പ്രാധാന്യം, ഹാർഡ് വർക്കിന് യാതൊരു പ്രാധാന്യം PSCയുടെ കാര്യത്തിലില്ല. ഒരു സ്മാർട്ടായിട്ട് വർക്ക്. അത് ഞാൻ LDCക്ക് പഠിച്ചപ്പോഴും ഞാൻ അത് തന്നെ ചെയ്ത്. ചില ഏരിയ ഒന്നും പഠിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, അതിന് വരില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അല്ലെങ്കിൽ ചിലത് മെനക്കെട്ടാലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമില്ല, അതങ്ങ് കുറച്ച് വിടുക. എന്നാൽ ചില ഏരിയ നന്നായി പ്രാധാന്യം ഉള്ളതുണ്ടാവും, അതിലേക്ക് കൂടുതൽ കഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അതിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തു പോകും. ഒരു സ്മാർട്ടായിട്ട് നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാണ്. അല്ലാതെ കിട്ടുന്ന മുഴുവൻ മെറ്റീരിയൽ ഇപ്പോൾ LDCക്കൊക്കെ ചിലർ തൊഴിൽ വാർത്തയും തൊഴിൽ വീതി ഇങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും കാണാതെ പഠിക്കും. പക്ഷെ അതൊന്നും നമുക്ക് ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ഉപകാരപ്പെട്ടോണമെന്നില്ല. ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ചില ഏരിയ ഒക്കെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യും. എന്നാൽ മറ്റു ഏരിയകളിലൊക്കെ മാക്സിമം എവിടെയാണോ സ്കിപ്പിംഗ് വരുന്നത് എന്നാൽ അതിന് കൂടി കിട്ടുന്ന അപ്പുറത്ത് ഉള്ള ഏരിയയിൽ നിന്ന് മൊത്തം സ്കോർ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഞാൻ ഫിസിക്സിന്റെ കാര്യത്തിൽ ഇവിടെ ചെയ്തത്. ചില കണ്ടന്റ് എനിക്ക് പ്രയാസമായിരുന്നു, അത് വിട്ടു. എന്നാൽ ക്ലാസിക്കൽ പോലുള്ളത് വളരെ എന്താണോ പഠിപ്പിച്ചത് മൊത്തം ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? എനിക്ക് പഠിക്കുമ്പോൾ അത് ഭയങ്കര ടഫായി ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത് സ്കിപ്പ് ചെയ്ത ബാക്കിയെല്ലാം നമുക്ക് പഠിച്ച എന്താ മാഡത്തിന്റെ ഒരു അഭിപ്രായം? കോൺസ്റ്റിറ്റ്യൂഷൻ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ട്. അത് കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ GK പാർട്ടാണ് ഇതിലെ ഒരു റാങ്ക് നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ മാക്സിമം അതൊരു എന്താ പറയാ കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഇവിടെ എടുക്കുന്ന രീതിയും കണക്റ്റിംഗ് ആണ്. ടോസ് അക്കാഡമിയിൽ
അവിടെയും ഇവിടെയും എടുക്കല്ലല്ലോ, ഒരു കണക്ട് ചെയ്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് എടുത്തു തന്നത്. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു 4 പോയിന്റ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പാടെ എടുത്തിട്ട് ആണ് ചോദിക്കുക. അപ്പോൾ ടോസ് അക്കാഡമിയിലെ ക്ലാസ് മതി കോൺസ്റ്റിറ്റ്യൂഷന്. അതിൽ ഏരിയ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണ നല്ലത്. കാരണം എന്താ വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമായിട്ട് നമുക്ക് ഇത്ര ചോദ്യങ്ങൾ വരും എന്നുള്ളത് ഉറപ്പ്. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പം ഇന്ന ഭാഗത്തു നിന്ന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് എളുപ്പമായിരിക്കും, ഇന്ന ഭാഗത്തു നിന്ന് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ എങ്ങനെയാ പറ്റുക? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുമ്പോഴാണോ? പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചില ഏരിയനെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന് ഏറ്റവും നല്ല വഴി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ നമ്മുടെ സംബന്ധിച്ച് കുറച്ചധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതിന് മുന്നത്തെ അതിന് മുന്നത്തെയൊക്കെ HSST ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ചില ഏരിയ ഒന്നും അവർ ടച്ച് ചെയ്തിട്ടില്ല. ചില ഏരിയ എന്ന് വരുന്നത് ഭയങ്കര ടഫായിട്ടാണ്. ചില ഏരിയ കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. പിന്നെ GK സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് വരുന്ന എല്ലാ GK എല്ലാത്തിലും വരുന്നതാണല്ലോ, എല്ലാ PSC എക്സാമിലും, ഡിഗ്രി ലെവൽ PSC എക്സാമിന്റെ ഈ ഇടയ്ക്ക് ചോദിച്ച ഡിഗ്രി ലെവൽ PSC എക്സാമിന്റെ മാത്രം നോക്കിയാൽ മതി. അതിൽ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ, ജനറൽ PSC എക്സാമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ പഠിച്ചാൽ നമുക്ക് ഇതിനുള്ള GK കിട്ടും. ഇതിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ഒഴികെയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഈ അടുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ബാക്കി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, റിനൈസൻസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഇടയ്ക്ക് ഒരു 1-2 വർഷത്തിനുള്ളിൽ നടത്തിയ ഡിഗ്രി ലെവൽ ജനറൽ PSC എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ തന്നെയാണ് ഇനിയും ചോദിക്കുകയുള്ളൂ. മാം, ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ സെയിം കട്ട് ഓഫ് ആണോ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റിനും വരുന്നത്? അല്ല, ഞാൻ അതും കൂടി പറയാം. അതിൻ്റെ ഒരു പ്രയോജനം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ UP ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഒരു 5.5 വർഷമായി. അപ്പോൾ നമ്മൾ സർവീസിൽ ഓൾറെഡി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാം, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത സർവീസിലിരിക്കുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുന്നതാണ് ബൈ ട്രാൻസ്ഫർ എക്സാം. അപ്പോൾ ബൈ ട്രാൻസ്ഫർ എക്സാമിൽ LP UP വർക്ക് ചെയ്യുന്നവർക്ക് ഒരു എക്സാം, ഹൈസ്കൂളിലുള്ളവർക്ക് വേറൊരു എക്സാം, പിന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ക്ലർക്ക് പോലുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ലാബ് അസിസ്റ്റന്റ് പോലുള്ള ആളുകൾക്ക് മറ്റൊരു എക്സാം. ഇങ്ങനെ 3 എക്സാം ഇതിനകത്ത് തന്നെ വരുന്നതാണ് ഈ ബൈ ട്രാൻസ്ഫറിൽ. പിന്നെ ഒരു കാര്യം, ബൈ ട്രാൻസ്ഫർ എക്സാമുകളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് സീനിയർ പോസ്റ്റിലേക്കാണ് വിളിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ ഡയറക്റ്റ് എഴുതുന്ന സാധനം ജൂനിയർ പോസ്റ്റാണ്. ജൂനിയർ പോസ്റ്റും സീനിയർ പോസ്റ്റും തമ്മിൽ 16,000 റുപ്പീസ് ബേസിക് പേക്ക് തന്നെ നല്ല വ്യത്യാസമുണ്ട്. അതായത് 55,200 ആണ് നമ്മുടെ സീനിയർ പോസ്റ്റിന്റെ ബേസിക് പേ. സീനിയർ പോസ്റ്റാണ് ഗസറ്റഡ് പോസ്റ്റ്, ജൂനിയർ പോസ്റ്റ് നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. ഒരു ജൂനിയറിന് സീനിയർ ആവണമെങ്കിൽ മിനിമം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് ഒരു 18-19 വർഷമൊക്കെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ജൂനിയർ പോസ്റ്റിലുള്ള ആൾക്ക് സീനിയർ ആവാൻ പറ്റുള്ളൂ. പക്ഷെ ബൈ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ഡയറക്റ്റ് എടുക്കുന്നത് സീനിയർ പോസ്റ്റിലേക്കാണ്, ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണ്. അതിനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സർവീസിൽ ഉണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഈ ഒരു LP UP ഹൈസ്കൂൾ സർവീസിൽ നമ്മൾ ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുന്നതാണ്. കട്ട് ഓഫും വ്യത്യാസമുണ്ട്. അത് അടുത്തൊരു പ്രത്യേകതയാണ്. കാരണം ഇത് ഓൾറെഡി സർവീസുള്ള ആൾക്കാരാണ്. നമ്മളിൽ എഴുതുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞതിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും കുറച്ചൊന്ന് ഏജ്ഡ് ആയ ആൾക്കാരൊക്കെയാണ് അധികം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെതായ ഒരു ഓൾറെഡി സർവീസിലുള്ള ആയതുകൊണ്ട് അവർക്ക് കോച്ചിങ്ങിന് പോകാനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആയതുകൊണ്ട് സബ്ജക്റ്റുമായിട്ടൊക്കെ ടച്ച് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കട്ട് ഓഫ് മറ്റതിനേക്കാൾ വളരെയധികം കുറവായിരിക്കും. വളരെയധികം എന്ന് പറയണില്ല, എന്നാലും കുറവായിരിക്കും. അതും LP UPക്ക് വേറെ ഒരു കട്ട് ഓഫ്, ഹൈസ്കൂളിന് വേറൊരു കട്ട് ഓഫ്, മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് എഴുതുന്ന എക്സാമിന് വേറൊരു കട്ട് ഓഫ്. ഇങ്ങനെ കട്ട് ഓഫിനും വ്യത്യാസമുണ്ട് ഡയറക്റ്റിൽ നിന്ന്. അപ്പോൾ ബൈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയാണ്. ഡയറക്റ്റ് സീനിയർ പോസ്റ്റിലേക്കാണ് എടുക്കുന്നത്, മറ്റത് ജൂനിയർ പോസ്റ്റിലേക്കാണ്. എനിക്ക് ഒരിക്കൽ മിസ്സായത് ഹയർ സെക്കൻഡറി ജൂനിയർ പോസ്റ്റാണ്. ആ മിസ്സായ സംഭവം അന്ന് കുറേ സങ്കടപ്പെട്ടെങ്കിലും ഇപ്പോൾ അത് തിരിച്ചു പിടിച്ചു. എന്തായാലും സീനിയർ പോസ്റ്റിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റി. അന്ന് അതിൽ കയറിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ബൈ ട്രാൻസ്ഫർ എക്സാം എഴുതാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ
ചിലത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു പോസിറ്റീവായിട്ട് അപ്പം സങ്കടമാണെങ്കിൽ പിന്നീട് അത് പോസിറ്റീവായിട്ട് വരാം എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ തന്നെ ഉള്ളൊരു തെളിവാണിത്. ജൂനിയർ പോസ്റ്റിൽ ഇരുന്നിട്ട് ബൈ ട്രാൻസ്ഫർ എഴുതാൻ പറ്റില്ല? ഇല്ല, ജൂനിയർ പോസ്റ്റിൽ നിന്ന് ഹയർ സെക്കൻഡറി ജൂനിയറിന് ഒരിക്കലും സീനിയറിലേക്ക് ബൈ ട്രാൻസ്ഫർ എക്സാം ഇല്ല. അതേപോലെ ഇതിന്റെ പോസ്റ്റിംഗിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബൈ ട്രാൻസ്ഫർ ആകുമ്പോൾ പോസ്റ്റിംഗ് കുറവായിരിക്കും, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആകുമ്പോൾ പോസ്റ്റിംഗ് കൂടുതലായിരിക്കും, അങ്ങനെയുണ്ടോ? ജൂനിയർ ഡയറക്ട് പോസ്റ്റിലാണ് പോസ്റ്റിന്റെ എണ്ണം കൂടുതൽ. ബൈ ട്രാൻസ്ഫറിന് പറഞ്ഞാൽ ഇത്ര ശതമാനം നമുക്ക് നീക്കി വെച്ചിരിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ അത് 1-2 ഒക്കെ കാണുള്ളൂ. അതിൽ ഹൈ കോമ്പറ്റീഷൻ വരും. കാരണം എന്താ വെച്ചാൽ മറ്റേത് ചിലപ്പോൾ ഒരു 10-40 ഒക്കെ അപ്പോയിൻമെന്റ് ആകുമ്പോൾ ഇവിടെ ആ സ്ഥാനത്ത് 1 ആയിരിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം, മാക്സിമം 2 ഒക്കെ വരാറുള്ളൂ. ആ ഒരു പ്രത്യേകത ഉണ്ട്. മറ്റേന്റെ അത്രയും എണ്ണം പോസ്റ്റിംഗ് ഇതിൽ നടക്കില്ല. പിന്നെ എപ്പോഴും വിളിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ 2008 മറ്റോ ആണ് ഈ ബൈ ട്രാൻസ്ഫർ VHSCയിലേക്ക് വിളിച്ചത്. അതിനുശേഷം 2023 വിളിക്കുന്നത്. അപ്പൊ അത്രയും കാലം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി ഒരിക്കൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിയേണ്ടി വരും. ഇനി HSSTയിൽ തന്നെ ഇപ്പം VHSCയുടെ ഫിസിക്സിന്റെ എക്സാം, HSST ഫിസിക്സ് എക്സാം, അതുപോലെ നെറ്റ് ഫിസിക്സിന്റെ എക്സാം, ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻസ് തമ്മിൽ എന്തെങ്കിലും റിലേറ്റഡ് ആണോ? മീൻസ് ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക? നെറ്റ് ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ടോ? നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോ ഈ ഒരു അടുത്ത് നടന്ന ഈ പറഞ്ഞ പോലെ പല എക്സാമുകളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതോടുകൂടി നെറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിലേക്ക് വരുന്നത്. അതായത് ഡയറക്റ്റ് അല്ലല്ലോ, കുറച്ചൊന്ന് പ്രോബ്ലം ചെയ്യേണ്ട ആ രീതിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്തൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഒക്കെ നടന്ന HSST ഒക്കെ എന്ന് പറഞ്ഞാൽ നേരെയുള്ള ചോദ്യങ്ങളായിരുന്നു. HSST ഫിസിക്സും VHSC ഫിസിക്സും ഒരേ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ പാറ്റേൺ എല്ലാം ഇങ്ങനെ ആയ സ്ഥിതിക്ക് നെറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആണ് കുറച്ചും കൂടിയൊക്കെ ഇതിൽ വരുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട്. റിവിഷൻ എപ്പോഴും എല്ലാ വീക്കെൻഡ്സും ചെയ്യുമായിരുന്നോ? എങ്ങനെ റിവിഷനോ? ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ശനി ഞായറും നമുക്ക് ലീവ് കിട്ടുമ്പോൾ അല്ലാത്ത ദിവസമൊന്നും നമുക്ക് അതിനുള്ള സമയമില്ല. ശനി ഞായറും ആ ഒരാഴ്ച എടുത്ത നമ്മുടെ ആപ്പിലൂടെ വന്ന ടോപ്പിക്സ് എല്ലാം, ഞാൻ എഴുതിയെടുത്ത ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്യായിരുന്നു ശനി ഞായർ. കറണ്ട് അഫയേഴ്സ് ഒക്കെ എപ്പോഴാണ് പഠിക്കുക? വീക്കെൻഡിലാണോ? കറണ്ട് അഫയേഴ്സ് സത്യം പറഞ്ഞാല് ഞാൻ പരീക്ഷയോട് അടുപ്പിച്ചുള്ള 2-3 ആഴ്ചയാണ് കാര്യമായിട്ട് അതിലേക്ക് ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പം നമുക്ക് അതിനുള്ള നേരവും ഒന്നാമത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അല്ല, റെഗുലർ പഠിക്കാൻ പറ്റുന്നവര് ഈ പറഞ്ഞ പോലെ ഈ ക്യാപ്സ്യൂൾ പോലത്തെ ബുക്സ് എല്ലാം അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് അതാത് സമയം വായിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതിനുള്ള ഒരു അവസരം, അതിലേക്ക് മെനക്കെടാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ 10-13 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് സബ്ജക്റ്റ് എങ്ങനെയെങ്കിലും കുറച്ച് പഠിച്ചെടുക്കണം എന്നുള്ളതുകൊണ്ട് എൻ്റെ എഫേർട്ട് മുഴുവൻ അതിലേക്കായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഞാനൊരു പരീക്ഷയുടെ ഒരു 3-4 ആഴ്ച മുന്നേ അത്രയൊക്കെ നോക്കിയിട്ടുള്ളൂ. ഫിസിക്സിന്റെ ടോസിലെ നോട്ട്സ് മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടോ? ഒന്നാമത് എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ടോസിലെ ക്ലാസ് മാത്രമാണ് ഞാൻ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ആ ക്ലാസ് ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ടോസിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതിൻ്റെ മൊത്തം നോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതായത് ഒരു പോയിന്റ് പോലും വിടാതെ ഞാനത് എഴുതിയെടുത്തിട്ട് അങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചത്. ഓക്കെ, അത്യാവശ്യം ഡൗട്ടുകൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ദിവ്യയുടെ തിരക്കുകളിലേക്ക് പോട്ടെ.
അപ്പൊ ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കുറെ ആദികളാണ് ഉള്ളത് എപ്പോഴും പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ. അപ്പൊ അതിന് കറക്റ്റായിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്ന് പഠിച്ച ഒരാൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ഒരു ഗൈഡൻസ് കിട്ടും. അപ്പൊ ദിവ്യക്ക് മുന്നോട്ടുള്ള ലൈഫിലും ഒത്തിരി മംഗളങ്ങൾ നേർന്നുകൊണ്ട് താങ്ക്സ് കേട്ടോ. അപ്പൊ ലൈവ് ഡിസ്കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ചിലതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവത്തിൽ തന്നെ ചില മിസ്സിംഗ് ഒക്കെ ഈ ജൂനിയർ പോസ്റ്റൊക്കെ മിസ്സായി പോയി. അന്ന് ഒരുപാട് വിഷമിച്ചെങ്കിലും പിന്നീട് അത് ഗുണമായിട്ട് ഇപ്പുറത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്കിലൂടെ മുന്നോട്ട് പോവുക. എന്നെ സംബന്ധിച്ച് ടോസ് അക്കാഡമിയോട് വലിയൊരു താങ്ക് യു പറയാനുണ്ട്. കാരണം കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും ഈ ഒരു നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റുന്ന മാക്സിമം വലിയൊരു ജോലിയിലേക്കുള്ള എക്സാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായിട്ട് ഞാൻ ടോസ് അക്കാഡമീനെ വിശ്വസിച്ച് അവർ തന്ന നോട്ട്, അവരുടെ പ്രത്യേകിച്ചും പറയണം അനീറ്റ മാമൊക്കെ ഒരുപാട്, ഞാനിങ്ങനെ നിങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ച പോലത്തെ ഡൗട്ടും ഇത് കിട്ടുമോ എന്താവും എന്നുള്ള ഒരുപാട് ടെൻഷനായിട്ട് ഉള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ മാമിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. കാരണം എനിക്ക് കുറേ സബ്ജക്റ്റ് അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാമൊക്കെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഏത് സമയത്ത് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഈ ടോസ് അക്കാഡമി അതിലെ ഫാക്കൽറ്റീസ് ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരും ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ടോസിൽ ചേർന്നു, ഇനി പൂർണ്ണമായിട്ടും ഇവർ തരുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് മാക്സിമം പ്രിപ്പയർ ചെയ്യാം. എല്ലാവരുടെയും കൂടെ വിജയം ഉണ്ടാവും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയോ പഠിക്കാൻ വേണ്ടിയിട്ട്? യെസ് മാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾ എപ്പോൾ ഡൗൺ ആവുന്നോ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒന്ന്, നിങ്ങൾ ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ജോയിൻ ചെയ്യണോ വേണം. ഇപ്പൊ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഞാനും സാജൻ സാറുമാണ് ഫിസിക്സ് എടുക്കുന്നത്. നിങ്ങൾ 110% നിങ്ങളുടെ ഫാക്കൽറ്റീസിന് ട്രസ്റ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നമുക്ക് ഒരു പ്ലാൻ ഉണ്ട്. നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ ഇപ്പം കോച്ചിങ് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നിങ്ങളെ റാങ്കിലേക്ക് കൊണ്ടുവരിക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്, നമുക്കൊരു ടീച്ചിങ് പാറ്റേൺ ഉണ്ട്. അപ്പം അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നിങ്ങൾ 100% നിങ്ങളുടെ ഫാക്കൽറ്റീസിനെ ട്രസ്റ്റ് ചെയ്തോളൂ. കാരണം നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അത് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തത്, നിങ്ങളുടെ ഇഫേർട്ട്. ഇപ്പം ധന്യ ഒരു കാര്യം പറഞ്ഞു, ഇഫേർട്ടിന്റെ കൂടെ സ്മാർട്ട് വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എക്സാമ്പിൾ പറയണം, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ടഫാണ്. അപ്പം ഞാനത് ബുദ്ധിപൂർവ്വം എന്താ ചെയ്യുക, എത്രയോ കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് പെരിഫറലി മാത്രം പഠിക്കും. അത് അധികം ഡെപ്തിൽ പോവില്ല. കുറച്ച് കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് സിമ്പിളായിട്ട് ചോദിച്ചാൽ എനിക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഇപ്പം വെറുതെ ഒരു കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഒപ്പാമിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യം അത് നമ്മൾ നോക്കാത്തത് കൊണ്ട് ആ ഒരു മാർക്ക് പോകരുതെന്നുള്ളത് കൊണ്ട് പെരിഫറൽ ആയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ പഠിച്ചു പോവാം. അപ്പോൾ ഇനി അതേപോലെ ഇപ്പം ചില ടോപ്പിക്കുകൾ, ഇപ്പം ക്ലാസിക്കലിൽ ചില ടോപ്പിക്കുകൾ വരുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ
ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടൈം, നമുക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുപഠിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദിവ്യ നിങ്ങളോട് ഷെയർ ചെയ്ത് വിട്ടുപഠിക്കുക. നിങ്ങൾ അന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ഇന്ന ഭാഗം എനിക്ക് ടഫാണെന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് മൊത്തത്തോടെ ഒഴിവാക്കുകയല്ല, ക്ലാസ്സുകൾ കേൾക്കുക, ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക, ഒരു ടൈം ഓരോ ടോപ്പിക്കിനും കൊടുത്തിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ അനലൈസ് ചെയ്യണം. ഈ ഭാഗത്തിന് ഇത്ര ടൈം സ്പെൻഡ് ചെയ്തു, എന്നിട്ട് എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1-2 തവണ അത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തെ വിട്ടുപഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ നോക്കുക, 100 മാർക്കിൽ നടത്തിയ ഒരു എക്സാമിൽ 38-40 മാക്സിമം 50 മാർക്കൊക്കെ എല്ലാവരും ഈ എക്സാമിന് സ്കോർ ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും ലെവൽ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടിയാണ്. 100-ൽ 100 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എക്സാമിന്. നിങ്ങൾ എത്ര എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടെന്ന് പറഞ്ഞാലും അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷെ ആ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് ഇത്ര രീതിയിൽ 80-90 ഒന്നും HSST എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിട്ടുപഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന ഏരിയാസ് എനിക്ക് ടഫാണ്, അത് സ്കിപ്പ് ചെയ്യുക. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ക്ലാസ് കാണണം. ക്ലാസ് കാണുമ്പോൾ എനിക്കിത് മനസ്സിലാകുന്നില്ല, ഞാൻ 2 വട്ടം ഈ വീഡിയോ കണ്ടു പക്ഷെ എനിക്കിത് ക്ലിക്ക് ആവുന്നില്ല എന്ന് കണ്ടാൽ അത് വിട്ടുപഠിക്കുക. അപ്പം എനിക്കൊരിക്കലും ഒരാളോട്, ഇപ്പോൾ സ്വാലിഹയോട് നീ ഈ പോർഷൻ വിട്ടുപഠിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഏരിയ ആണ്, മനസ്സിലായോ? ഓരോരുത്തർക്കും ഓരോ ഏരിയ ആണ്. ഇലക്ട്രോണിക്സ് പുഷ്പം പോലെ അറിയുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അവരെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് മൊത്തം സ്കോർ ചെയ്യാം. അപ്പൊ നമ്മുടെ പേപ്പർ വീക്ക് സ്ട്രോങ് ഏരിയാസ് കണ്ട് നിങ്ങൾ പഠിക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇത് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ സിലബസ് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും സിലബസ് കണ്ടോ? HSSTയുടെ സിലബസ് കണ്ടോ? ഞാനിനി കംപ്ലീറ്റ് സിലബസ് ഗ്രൂപ്പിൽ ഇട്ട് തന്നേക്കാം. ഓൾറെഡി കോച്ചിങ് പഠിച്ചവർക്ക് അറിയാം, അല്ലാത്തവര് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. 100 മാർക്കിന്റെ എക്സാം ആണ്. 70 മാർക്കാണ് ഫിസിക്സ് വരുന്നത്, ബാക്കി 30 മാർക്ക് ജനറൽ പേപ്പറാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 70 മാർക്ക് ഫിസിക്സിൽ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 7 മാർക്ക് വെച്ച് 10 സബ്ജക്റ്റ് എന്നാണ്. അപ്പൊ ആരോ ചോദിച്ചിരുന്നു ഏത് പേപ്പറാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ HST എക്സാമില് 7 മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ നിന്ന് 8 മാർക്കിന് ചോദിച്ചു, മറ്റൊരു പേപ്പറിൽ അത് 6 മാർക്കായി. ഈ 2 വേരിയേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ പേപ്പറിൽ നിന്നും 7 മാർക്കിൽ നിന്ന് തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഏത് പേപ്പർ പഠിച്ചാലും നിങ്ങൾക്ക് മിനിമം ഒരു 7 മാർക്ക് കിട്ടാം എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഒരു പേപ്പർ വിടുമ്പോൾ നിങ്ങൾക്ക് 7 മാർക്ക് പോകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇന്ന ഏരിയ, അപ്പൊ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഓരോ പേപ്പറിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഏരിയാസ് വിട്ടുപഠിക്കാൻ മാത്രം. കംപ്ലീറ്റ് ആയിട്ടൊരു പേപ്പർ ഒഴിവാക്കിയ 7 മാർക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് പോകും. അപ്പോൾ ഏരിയാസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. 70 മാർക്കാണ് ഫിസിക്സ്, 30 മാർക്കാണ് ജനറൽ പാർട്ട്. പിന്നെ ആരോ ചോദിച്ചു കോൺസ്റ്റിറ്റ്യൂഷൻ വിടാമോ എന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ വിട്ട് കഴിഞ്ഞാൽ 10 മാർക്ക് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ വെൽഫെയർ സ്കീമുമാണ്. ആ 10 മാർക്കിൽ നല്ല ശതമാനം, ഒരു 7-8 ചോദ്യമൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കയറി വരും. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പേടിച്ചുകൊണ്ട് ആരും പഠിക്കാതിരിക്കരുത്, നിർബന്ധമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ക്ലിയർ ആണല്ലോ? പിന്നെ ഓരോ മാർക്കിനും ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ 0.33 നെഗറ്റീവും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന 1 മാർക്ക് പ്ലസ് 0.33 കുറയും. അത് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു 100 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്കുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മളിവിടെ കവർ ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 100 ഡേയ്സിൽ നമ്മൾ ഏകദേശം ടോപ്പിക്കുകൾ കവർ ചെയ്യും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടൈം പോലെ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാം, പക്ഷെ ഏറ്റവും മിനിമൽ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാം. ഇവിടുത്തെ ക്ലാസ്, ഇവിടുത്തെ നോട്ട്, ഇവിടുത്തെ എക്സാമിനൊക്കെ ശേഷം മാത്രം അടുത്ത കാര്യത്തിലേക്ക് പോവാം. പിന്നെ നെറ്റിന്റെ ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ നെറ്റിന്റെ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് തപ്പാനൊന്നും പോകണം എന്നില്ല. കാരണം നമ്മൾ നിങ്ങൾക്ക് തരുന്ന വീഡിയോസിലെ ക്വസ്റ്റ്യൻസുകൾ പലതും നെറ്റിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നെറ്റിൽ നിങ്ങൾക്ക് അറിയാം B പാർട്ട്, C
സി പാർട്ടും ഉണ്ട്. സി പാർട്ട് 5 മാർക്കിന്റെ ഒക്കെ രീതിയിലുള്ള സൊല്യൂഷൻ വരുന്നതാണ്. അപ്പൊ ആ ഏരിയാസ് ഒന്നും നമ്മൾ കവർ ചെയ്യണം എന്നില്ല. 2 മാർക്കിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പ്രീവിയസ് സെറ്റിന്റെയും നെറ്റിന്റെയും ജസ്റ്റിന്റെയും ജാമിന്റെയും ഒക്കെ ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇപ്പോൾ ഓൾറെഡി ക്ലാസ് റണ്ണിങ് ആയവർക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള സിലബസിലെ കണ്ടന്റുകൾ മാക്സിമത്തിൽ പറഞ്ഞു തീർത്തിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ റഷ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പുതിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു റിവിഷൻ എന്നുള്ളതിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിച്ച് അങ്ങനെ തന്നെ പോകും. കാരണം മറ്റുള്ളവർ അത്യാവശ്യം പേപ്പർ കവർ ചെയ്തവരാണ്. പുതിയ കുട്ടികൾക്ക് അത്യാവശ്യം ക്ലാസ്സിൻ്റെ കൂടെ കുറച്ചുകൂടെ ഹെക്റ്റിക് ആയിരിക്കും മറ്റുള്ളവരെക്കാളും. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയാം റെക്കോർഡ് ക്ലാസ്സുകളാണ്. അസൈൻമെന്റ്സ് ധാരാളം നിങ്ങൾക്ക് ഇനി കിട്ടും, കാരണം നമുക്ക് ടൈമിനനുസരിച്ച് തീർക്കണം. വീക്ക്ലി റിവിഷൻ എക്സാം ഉണ്ട്. റിവിഷൻ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് പല എക്സാമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിവിഷൻ എക്സാമിൽ കിട്ടും. പിന്നെ ഓരോ പേപ്പർ കഴിയുമ്പോൾ പേപ്പർ വൈസ് എക്സാമുകളും നമ്മൾ കണ്ടക്ട് ചെയ്യും. അതും ഇതേപോലെ പല എക്സാമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ടോപ്പിക് എല്ലാം കഴിഞ്ഞാൽ ധാരാളം മോഡൽ എക്സാംസ് നടത്തും. പ്രീവിയസ് ഇയർ QP, അപ്പം നിങ്ങളറിയാം നമ്മുടെ HSST കുറേ എക്സാമുകൾ നടന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ സിലബസ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ മുൻപത്തെ എക്സാമിൻ്റെ സിലബസുകൾ അറിയാതെ പഠിച്ച് ഇതിനകത്ത് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കണ്ട് ടെൻഷൻ അടിക്കരുത്. 110% സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് കഴിഞ്ഞ HST ഒക്കെ ചോദിച്ചത്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ വിട്ടു പഠിക്കാനുള്ള, അത് സിലബസിൽ ഇല്ലാത്ത ഏരിയാസ് മനസ്സിലാക്കി ഒഴിവാക്കി പഠിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡീഫോക്കസ്ഡ് ആയിട്ട് പോകരുത്. 100% സിലബസിനനുസരിച്ച് തന്നെ പോകണം. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. പ്രോപ്പർ റിവിഷൻ സ്ട്രാറ്റജി, ഇവിടെ സെറ്റിന്റെ ഒക്കെ കോച്ചിങ് എടുത്തവർക്ക് അറിയാം, നമ്മൾ 2016 തൊട്ടൊക്കെയുള്ള പ്രീവിയസ് ഇയർ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യിപ്പിച്ച് റിവിഷൻ സമയത്ത് കറക്റ്റായിട്ടൊരു റിവിഷൻ ഒക്കെ തന്നിട്ടാണ് നിങ്ങൾ എക്സാമിലേക്ക് കൊണ്ടുപോയത് അല്ലേ. അപ്പം അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. നെഗറ്റീവ് സ്കോറിങ് നിങ്ങൾ അനലൈസ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എക്സാം കഴിയുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് സ്കോറിങ്ങിന് അനലൈസ് ചെയ്യണം. റെഫറൻസ് ടെക്സ്റ്റുകളുടെ ഒരു PDF നിങ്ങൾക്ക് സാജൻ സാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കണം, ഇവിടുത്തെ ക്ലാസ് നോട്ട് കാര്യങ്ങൾക്കൊക്കെ ശേഷം റെഫറൻസ് ടെക്സ്റ്റിലേക്ക് പോകാവുള്ളൂ. ഓക്കെ, പിന്നെ PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് ഇനിയാണെങ്കിലും സമയമുണ്ട്, മാക്സിമം നിങ്ങൾ എഴുതിയെടുക്കാൻ തന്നെ നോക്കണം. പിന്നെ ഏറ്റവും ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രിന്റ് ഔട്ട് എടുക്കാൻ പോകാവുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഒരു ദിവസം ഒരു ക്ലാസ് ആണോ ഉണ്ടാവുക? ഒരു ദിവസം പുതിയ ബാച്ച് ആണോ? ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഏകദേശം 1 മണിക്കൂറിലെ കണ്ടന്റ് എന്ന് ഓർത്താൽ മതി. 1 മണിക്കൂറോളം വരുന്ന കണ്ടന്റ്. ചിലപ്പോൾ ക്ലാസ് ഇപ്പം ലെങ്ത് കുറവാണെങ്കിൽ നമ്പർ ഓഫ് ക്ലാസ് കൂടും. ഏകദേശം 1 മണിക്കൂറിന്റെ കണ്ടന്റ് കിട്ടും. അത് ഓരോ ദിവസം ഓരോ പേപ്പർ ആയിരിക്കും അല്ലേ? ഓരോ 2 പേപ്പർ അറ്റ് എ ടൈം എടുക്കും. ഞാൻ ഒരെണ്ണം, സാജൻ സാർ ഒരെണ്ണം, ഓൾട്ടർനേറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി കാട് കയറി പഠിക്കരുത്. ഇപ്പം ദിവ്യ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഇപ്പം മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ പഠിച്ചാൽ ആ വീക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം സൺഡേ റിവൈസ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് നിങ്ങൾ റിവിഷന് കൊടുക്കുക. അങ്ങനെ എല്ലാ വീക്കും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ച് വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? PSC എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ തന്നെ നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആയിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ ടൈമും ആദ്യം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ
നിങ്ങൾ ആ ടൈം അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് എഴുതി മാക്സിമം ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ എഴുതി പഠിക്കാൻ വന്നോളും. ഓക്കെ. ആദ്യത്തെ ദിവസങ്ങളിലെ എക്സാമിന് ഒരു ചോദ്യത്തിന് ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കും, അതോടെ ടൈം ഔട്ട് ആയി പോവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതിങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ ചെയ്ത് കൂടും. പക്ഷെ നിങ്ങൾ എക്സാം എഴുതിയിട്ട് അതിന് തിരിഞ്ഞു നോക്കാതിരിക്കരുത്. ഓരോ എക്സാം കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാവേ. ഇന്ന് ജനുവരി 3 ഇന്ന് തൊട്ട് നമ്മൾ പുതിയ ഡെമോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ്സുകൾ തുടങ്ങും. എല്ലാവരും കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഇനി തൊട്ട് പഠിക്കാത്തവര്, ഓൾറെഡി ബാച്ചിൽ ഇരിക്കുന്നവര്, ക്ലാസ് കണ്ടു തീരാത്തവര്, ഇപ്പൊ എടുക്കുന്ന സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുക. നഷ്ടപ്പെടുത്തിയ സബ്ജക്റ്റുകൾക്ക് എക്സ്ട്രാ ടൈം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ റിവിഷന്റെ കൂടെ പഠിക്കാൻ നോക്കുക. ഓക്കെ. ഡൗട്ട്സ് ക്ലിയർ ആയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്. നമുക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ രണ്ടുപേരും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ജനറൽ പാർട്ടിന്റെ കാര്യം നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. അത് അവിടെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ജനറൽ പാർട്ട് മിസ് ചെയ്യരുത്. അത് ദിവ്യ എക്സ്പീരിയൻസിൽ പറഞ്ഞു. എപ്പോഴും നമുക്ക് റാങ്ക് കിട്ടാൻ എപ്പോഴും ജനറൽ പാർട്ടിനെയും കൂടെ ശ്രദ്ധിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. കാരണം ഫിസിക്സിൽ നിന്ന് എത്രയായാലും ഇത്രേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ജനറൽ പാർട്ടാണ് ആശ്രയം. അതുകൊണ്ട് ജനറൽ പാർട്ട് ആരും വിടരുത്. അതാത് ദിവസം പഠിപ്പിക്കുന്ന അതാത് ദിവസം ഫിസിക്സ് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. ക്ലിയർ ആണോ? അപ്പൊ എല്ലാവരെയും ടോസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം 1-2 പോസ്റ്റ് ഉള്ള ഒരു എക്സാം അല്ല. HSST എക്സാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇന്ന് ഈ ലൈവ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും അതിന് അപ്ലൈ ചെയ്തിരിക്കണം. ശേഷം നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ. ഓക്കെ മാം. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Okay.